ഇത് തേനാണ്. അയ്യോ വേണ്ട, അറിഞ്ഞിരിക്കട്ടെ. തേനില്ലല്ലോ അച്ഛൻ ഇന്നലെ കുടിച്ചല്ല. ശരി മാളൂട്ടി ഇത് ആരോടും പറയരുതേ. മോൾക്കച്ഛൻ മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും. പറയോ? അച്ഛന്റെ മോള് തന്നെ. കൈയൊന്നും വേണപ്പോ. എന്തോന്നാ അനക്ക് എന്തുവാ ഇത്? അച്ഛൻ അവിടെ ഇരുന്ന് കുടിക്കുക. കുടിക്കുന്നോ? എന്ത് കുപ്പിന്ന്? എടാ ഇവിടെ വാടാ. പൊളിച്ച് കളിക്കുന്നോ? ഇവിടെ വാടാ. വിളിക്കണേ. ഒരാളല്ല രണ്ടും. ഇത്തിരി വിട്ട് നിന്നാ മതി. ഇവിടെ വരാൻ. അതൊരു പ്രത്യേകതരം വാഴയാ. 6ാം മാസത്തിൽ കായ്ക്കണതാ. ഞാൻ നട്ടതാ. എടാ ഇങ്ങോട്ട് വാടാ. വാ. എന്താ വരുന്നത് അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത്? എടാ രാഘവാ ഇവിടെ വന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. എന്താ വരുന്നത് അവിടെ? എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നെന്ന്? പരൽമീന്. ഉണ്ണിക്ക് പരൽമീനെ കാണണമെന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ. ഇതൊന്ന് ഊതിക്കേ. ഊതടാ. ഇവിടെ വാടാ. ഞാൻ പറയാതെ പോന്നോ? ഇവിടെ വന്ന് നിക്കടാ. ഇവിടെ അടുത്ത് വന്ന് നിക്കാൻ. ഊത ഊതാൻ. അകത്തോട്ടല്ല പുറത്തോട്ട് ഊതടാ. എടാ മുഖത്തോട്ട് ഊതാൻ. മുഖത്തോട്ട് ഊതടാ. ആഹാ അത്രയ്ക്കായോ? നീ കള്ളച്ചോറ് ഒന്ന് ചോടാ ഇവിടെ. നീ വാടാ. രണ്ടിനും ഞാനിത് നോക്കി. എടാ മടിയ മത്തായി. നീ എന്റെ മുറ്റത്തിരുന്ന് കള്ളു കുടിക്കോടാ. പിന്നെ ഞാൻ വെറുതെ കൊടുക്കില്ല. ആഹാ എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. സന്ധിക്കുമ്പോ എത്തും. എന്തിന്? മോടെ രാജ്യത്ത് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? ചില്ലിട്ട് വെക്കാനാണോ? പാസ്പോർട്ടിന്റെ കാര്യത്തിന് ആവശ്യമുണ്ടേ. ഓ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞാനോടാ? അല്ല അമ്മ ഇവിടെ വിട്ട് വരില്ലെന്നല്ലേ പറയാറ്? അതവനൊരു സൗകര്യാക്കി. അല്ല ഇത്രയും നാളെ ഈ ഇളക്കം ഇല്ലായിരുന്നല്ലോ. തലേണ മന്ത്രത്തിന്റെ ഒരു ശക്തിയെ കാലെടുത്ത് കുത്തിയപ്പോഴേ എനിക്കറിയാം ഇതല്ല ഇതിനപ്പുറം നടക്കുന്നു. രാജി രാജി എന്താ അത്? അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഒന്നും പോവാതിരിക്കുന്നത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. വേണ്ട ഞാൻ വരുന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ. രാജി പ്ലീസ് പോട്ടെ. അച്ഛാ മോളെ മാളൂട്ടി എവിടെ? മാളൂട്ടി അപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു. ഒരു പ്രായം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ കുട്ടി. മോളെ നീ നട്ട മാവ് ഇക്കൊല്ലം കായ്ച്ചു. ഇത് കുറച്ച് മാമ്പഴം മാളൂട്ടിക്ക. ഉണ്ണി എവിടെ? പുറത്തു പോയിരിക്ക. അച്ഛൻ വരൂ.
ഞാനാ ഗോവിന്ദൻ നായർ. ഓ, കാപ്പി എടുക്കാം. ഓ, എന്തൊരു ചൂടായത്. ഗോവിന്ദനാരി വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ. ഉണ്ണി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഷഷ്ടിപൂർത്തിയാ നാളെ. അതിനാ ഉണ്ണി വന്നത്. അങ്ങനെ ആരെയും വിസ്തരിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം. അതുകൊണ്ടാ അങ്ങോട്ട് അറിയിക്കാണ്ടിരുന്നെ. ഉണ്ണി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ആ, എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ കേറി വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, വല്ലതുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എപ്പോഴാവും വരുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാം. ഓ, ശരി. മുത്തശ്ശി പോവാ. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? അച്ഛൻ വന്നിരുന്നു, എന്നിട്ട് എവിടെ പോയി. പോവേ? ഏറുപമ്പരം കളിക്കേ. സ്വാമി നോക്കിക്കോ. എന്താ അത്ര ചിരിക്കാൻ? എടാ രാഘവ, നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിലയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാടിനെ പറ്റി ഒന്നും ചങ്ങുമ്മാൻ പറയണ്ട. ദേഹണ്ണപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. ആ. എന്താന്ന് ചോദിക്ക്. എന്താ? എടാ രാഘവ, ദഹന്നപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ആ, ദേഹണ്ണപ്പരെ പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല. പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കയറി അടുപ്പൂതും. ആര് പറഞ്ഞ? ആ, പെണ്ണും പിള്ളേ ഭാര്യ. വെളിച്ചെണ്ണ ഞാനെടുത്തേ.